എന്തുവാ നോക്കങ്ങോട്ട്. ഇതെന്തുവാടെ? ചേട്ടന്റെ ഭാര്യ ഈ വീട്ടിലുള്ള എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടൈം ടേബിൾ അത്. അമ്മ സരിത പുഷ്പ അമ്മ, പുഷ്പ അമ്മ സരിത സരിത. ഗംഭീരം. ഈ പ്രായമായ അമ്മയെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആ ടൈം ടേബിളിൽ. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാമോ? ഹലോ, അമ്മയുടെ മരുമോളാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണല്ലോ പറയപ്പെടുന്നത്. അമ്മയ്ക്ക് നാവുകൊണ്ട് അവക്ക് ചെവിയുണ്ട്. നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അവള് കേട്ടോളൂ. അവളെ ഞാനല്ല കെട്ടിക്കൊണ്ട് വന്നത്. ചേട്ടന്റെ ഇരിപ്പ് കണ്ടാലേ ചേട്ടനെ ചേച്ചി ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നു തോന്നുന്നു. നീ മിണ്ടരുത്. ഈ വീട് ഒരു സമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നീ ആയിട്ട് ഇടപെട്ട് ഇവിടെ പാര വയ്ക്കാൻ നിൽക്കല്ലേ. ഞാൻ മിണ്ടും. എന്റെ പേര് അതിലുണ്ട് ഈ പണിയില്. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യില്ല, ഇറങ്ങി പോ. എടാ, അവളെന്റെ മോളാ. അവളെ ഇറക്കിവിടെ നീ ആരടാ? അമ്മയുടെ മോനാ ഞാൻ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മോനെ. നിന്നെയും ആ പുഷ്പയും കൂടെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടാ നീ എന്നാ ചെയ്യും? ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി പോകും. ഇറങ്ങി പോവാൻ പറയാമേ. അവരിറങ്ങിപ്പോയാ എന്നെ ആര് നോക്കും? അമ്മേനെ ഞാൻ നോക്കും. കേട്ടല്ല, അമ്മേനെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞ കേട്ടല്ല. ഞങ്ങൾ ഇറങ്ങി പോട്ടെ. വേണ്ട വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോയാ അത് ശരിയാവില്ല. അത് ശരിയാവില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് തീരെ വിശ്വാസം ഇല്ല. മാറിയുണ്ട്. പണി പാളി. എന്റെ സ്വഭാവം ചേട്ടൻ അറിയൂട്ടാ. നിന്റെ സ്വഭാവം കുറെ കാലമായിട്ട് അറിഞ്ഞോണ്ടിരിക്കുന്നതല്ലേ. ഏഷണി പാര അല്ല അല്ല. എരുമപ്പാൽ കഴിഞ്ഞിട്ടേ ഉള്ളു സത്യം പറഞ്ഞു. എന്നെ ടേസ്റ്റ് ആണ്. എടാ, തിളപ്പിക്കാണ്ട് കുടിക്കടാ പച്ചയ്ക്ക്. കുറച്ച് വൈറ്റമിൻസ് കേറട്ടെ. ഞാൻ എങ്ങനെ വേണം കുടിച്ചോളാം, നിങ്ങളൊന്ന് മാറി തന്നാ മതി. ഇത് കഴിഞ്ഞ് 2 മുട്ടയും കൂടെ കുത്തി കെട്ടിയിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യണം. അപ്പൊ തന്നെ എല്ലായിടത്തും എത്തും പ്രോപ്പറായിട്ട്. തോട്ടല്ലേ പാല് കേട്ടാ? അയ്യോ, എനിക്ക് വേണ്ട. ആക്രാന്തം. ഇനി വർക്കൗട്ട് ചെയ്താ എല്ലായിടത്തും എല്ലാം ശരിക്ക് എത്തും. എടാ, നീ എന്ത് വർക്കൗട്ട് ചെയ്തിട്ട് എന്താ കാര്യം? അടയ്ക്കാമരം പോലെ ഇരിക്കണേ. അടയ്ക്കാൻ മരത്തിൽ നിന്ന് അരക്കെങ്കിലും കിട്ടി. ഇവനെന്താ എന്ത് കിട്ടാനാ? നിന്നെ എല്ലാം കൊണ്ട് ഇവിടെ എന്താ അതിന് വലിയ ഗുണമുള്ളത്? എന്ത് അച്ഛനെ ചേർത്തേക്കുന്ന ഇവിടെ PSC പഠിക്കാൻ. അത് എന്റെ ഗുണം കണ്ടിട്ട് തന്നെ ചേർത്തേക്കുന്നത്. കുടി മറന്നേക്ക. അല്ല ഇനി കൈയൊക്കെ മുഖത്ത് കൊണ്ടെന്നൊക്കെ വരും. നീ കല്ലെടുത്ത് ഡാൻസ് കളിക്കുവാണോ? ഡാൻസ് ഇല്ല, ഞാൻ പലതും കളിക്കും. അങ്ങനെയൊക്കെ എന്താ തോന്നണേ വേണോ? വേണ്ട, കുടിച്ചോ. എനിക്കേ നിന്റെ ഒരു സഹായം വേണം. എന്റെ ഒരു സഹായവും ഇല്ല. ജിമ്മിലെ പറഞ്ഞപ്പോ തന്നെ എന്നെ പഠിച്ചു വിട്ടില്ല ജിമ്മിൽ ചേർക്കാതെ. ചെറുക്കനടാ എടാ, അതൊക്കെ നിസ്സാരമായിട്ട് സാധിച്ചെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ വേറൊരു സീരിയസ് മാറ്റർ ഉണ്ട്. അതുകൊണ്ടാണ്. ഒരു മാറ്ററും ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തൊന്നുമില്ല സഹായിക്കും. എനിക്ക് എങ്ങനെയും 6 പാക്ക് വരുത്തണം. എന്താണ്? വേണ്ട മക്കളെ, അത് നിങ്ങളെ കൊണ്ട് നടക്കാത്ത സംഗതിയാ. എന്ത് വർത്താനാച്ചാ? ഇവിടെ ഇച്ചിരി കുരുട്ട് ബുദ്ധിയൊക്കെ വേണ്ട ഒരു കാര്യമാണ്. അത് ഇവനല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവൻ്റെയൊക്കെ സഹായം ചോദിച്ചു. അച്ഛ കുരുട്ടുബുദ്ധിയുടെ ആശാത്തിയല്ല നിക്കണേ. അവളെല്ലാം റെഡിയാക്കി തരും അല്ലേ കൃഷ്ണ? മതി 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 കേട്ടാ. എന്നെ ഇട്ട് താങ്ങണ്ട. എന്താ വെച്ചാ കാര്യം? എടേ, ഞാൻ നിങ്ങളുടെ അപ്പച്ചി അവിടെ ഇരുന്ന സമയത്ത് അവളോട് ഒത്തിരി സ്നേഹത്തിലൊക്കെ സംസാരിച്ച് അവൾക്ക് ഇച്ചിരി കഞ്ഞിയൊക്കെ ഒരു വായി വെച്ച് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് നിന്റെ അമ്മ അങ്ങോട്ട് പോകും. അമ്മ അങ്ങോട്ട് വലിയ ഒന്നും ചലിക്കാൻ തുടങ്ങിയില്ലേ. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് കഞ്ഞി കോരിത്തരാത്തത്. ആനയാണ് കൂനയാണ്. ദേ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടാ ഒരു ടൈം ടേബിൾ എഴുതി കൊണ്ടുവന്നിരിക്കുന്നു. എന്താ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഓരോ ജോലി അലോട്ട് ചെയ്തുകൊണ്ടുള്ള ടൈം ടേബിളാ. അയ്യ, ഇത്രയുള്ള കേസ് എന്നാ അമ്മയ്ക്ക് അച്ഛൻ കുറച്ച് കഞ്ഞി വാരിക്കൂടാ. പ്രശ്നം അങ്ങ് തീരട്ടെ. എന്നെ ദൂരം ഒറ്റ ഓടി വെച്ചിട്ട് കഞ്ഞി കൊടുത്താൽ തീരുന്ന പ്രശ്നമൊന്നും അല്ലിപ്പം. ഇത് എല്ലാവർക്കും ഉള്ള പണി. ദേ അതിനകത്ത് അച്ഛമ്മയും എല്ലാവരും പേരെഴുതി വെച്ചിരിക്കും. ഇപ്പൊ അവരെല്ലാം കൂടെ എന്റെ തലയിൽ കയറുന്ന പൊങ്കാലി ഇടുക. അയ്യോ, അതിൽ എന്റെ പേരുണ്ടല്ലോ. നിനക്ക് കൊണ്ട് പണി. അയ്യോ പാവം, എന്റെ ചേച്ചി പണിയെടുക്കോ? അയ്യോ, ചേച്ചിക്ക് മാത്രമല്ല അനിയത്തിക്കും ഉണ്ട് പണി. എനിക്കാ? എന്നെ നിന്നൊന്നും മാറ്റി തരണം കേട്ടോ. എനിക്കാണ് PSC പഠിക്കാനുണ്ട്, ജിമ്മിൽ പോകണം. എനിക്ക് ഒന്നും സമയമില്ല. പറ്റത്തില്ല. ഡേ നിർത്തടേ. നിന്റെ അമ്മയാ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ വലിയ പെറ്റാണല്ലോ. നീ പോയി നിന്റെ തള്ളയെടുത്ത് പറ, അവർ ശരിയാക്കി തരും. നിന്റെ പണി അതാദ്യം പറയാം. ഈ പറമ്പിലും ഈ മിറ്റത്തൊക്കെ കാണുന്ന പുല്ല് പറിക്കണം ശനിയും ഞായറും. പറ്റിയ പണിയല്ലേ? ഇത് കൂടാണ്ട് അപ്പച്ചിക്ക് അച്ചമ്മയ്ക്ക് എല്ലാവർക്കും പണി വിധി വെച്ചിട്ടുണ്ട്. അച്ഛാ, പ്രശ്നം എനിക്ക് മനസ്സിലായി. എന്നതാ? കല്യാണം കഴിഞ്ഞ എല്ലാ ഭാര്യമാർക്കുള്ള പ്രശ്നമാണ്. ഇത് ഞാൻ സോൾവ് ചെയ്ത് തരാം. നീ കുറെ കെട്ടിയതാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാനുള്ള അറിവൊക്കെ ഉണ്ടല്ലോ. അച്ഛാ അത് വിട്. എന്താ അച്ഛന് റൊമാൻസ് കാണിക്കാൻ പറ്റുമോ? പണ്ട് റൊമാൻസ് കാണിച്ചതാ കെട്ടി ഇവിടെ കൊണ്ടുവന്ന് 4 പിള്ളേരൊക്കെ ആയത്.
ഇനിയും വേണമെങ്കിൽ ഇനിയും ആവാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കാണിക്കേണ്ടത് ഇപ്പൊ കാണിക്കണം. ഞാനൊരു പാട്ട് പാടിയാലോ? സൂപ്പർ. അച്ഛ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ വിളിക്കണ കാര്യമല്ല പറഞ്ഞേ, അമ്മേനെ വിളിക്കണ കാര്യ. വേണമെങ്കിൽ മോഹിനിയാണ്ടി വരും, പക്ഷെ അമ്മ വീഴത്തില്ല. വേറെ എന്ത് ചെയ്യണം പറ. ഒരു കാര്യം ചെയ്, അച്ഛൻ നല്ലൊരു ഡാൻസ് അങ്ങ് കളിക്ക്. നിന്റെ അമ്മയെ വിളക്കാൻ വേണ്ടി ഡാൻസ് കളിക്കാനും ഞാൻ തയ്യാറാ. നീ ഇങ്ങനെ ചിരിക്കണ്ട. ഈ പ്രായത്തിൽ അച്ഛൻ ഡാൻസ്, അമ്മ വളർന്നങ്ങ് ഒടിഞ്ഞങ്ങ് വീഴ നോക്കിയിരുന്നു. കൂടുതൽ പുജ്ഞം വേണ്ട. കുഞ്ഞിക്കുന്നില്ല, കാണട്ടെ. ഞാൻ ഒട്ടകപ്പാലും കുടിച്ചോണ്ടിരി. എരുമപ്പാല് എന്തോ ആട്ട് ഇവൻ പറയണോന്നും കേക്കണ്ട അച്ഛാ, ഞാൻ പറഞ്ഞുതരാം. പറയൂ. ആ വാ, ഇവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാമില്ല. വാ നമുക്ക് പോയി സെറ്റാക്കാം. വാ, നീ അങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛനെ? അച്ഛനെ റൊമാൻസ് പഠിപ്പിക്കാൻ ഞാൻ വരുന്നു. ആ വാ. അവിടെ ഒട്ടകപ്പാലും കുടിച്ചോണ്ടിരുന്നു കേട്ടാ. എന്താണ് പാടി? നിന്റെ പേര് കൊണ്ടതില് കേട്ടാ. വാ മക്കളെ. നിനക്കൊന്നും വന്ന നാണോ ഇല്ല? ഇത് എന്തോന്ന്? പോടാ പോടാ.